ശ്രീ ജി സുധാകരൻ. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ മണ്ഡലത്തിലുള്ള തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനമെന്ന ആ കൊള്ളക്കെതിരായിട്ടാണ് ഞാൻ ഈ സംരക്ഷണം ഉന്നയിക്കുന്നത്. സർ, പ്രകൃതിദത്തമായി ടൺ കണക്കിന് കരിമണലാണ് ഇവിടെ പ്രതിദിനം അടിഞ്ഞു വരുന്നത്. ചില ആളുകൾ ചാക്കിൽ വാരി തമിഴ്നാട് ലോബിക്ക് വിൽക്കുന്നു. IRN സർക്കാർ സ്ഥാപനവും കരിമണൽ ഖനനം നടത്തി ചവറ KMML നൽകുന്നുണ്ട്. ഇതിന് ശരിയായ കണക്കില്ല, ശരിയായ മൂല്യനിർണ്ണയമില്ല. കോടാനുകോടി രൂപ അഴിമതിയായി സംഭരിക്കുന്ന അഴിമതി പണത്തിനുള്ള നിധിയായി ഈ രംഗം മാറിയിട്ട് പതിറ്റാണ്ടുകളായി. സാർ, സ്വർണത്തേക്കാൾ മൂല്യമുള്ളതാണ് ഇത്. വരുമാനത്തിൻ്റെ ഒരു ഭാഗം പോലും ഇത് നിലനിൽക്കുന്ന പുറക്കാട് പഞ്ചായത്തിനോ വിയപുരത്തിനോ ചെറുതനയ്ക്കോ തൃക്കുന്നപ്പുഴയ്ക്കോ കുട്ടനാടിനോ ലഭിക്കുന്നില്ല. ആലപ്പുഴ ജില്ലയ്ക്ക് ലഭിക്കുന്നില്ല. കേരളത്തിൽ ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നു. സാർ, നാട്ടിലെ സമ്പത്ത് നാട്ടുകാരിൽ നിന്ന് കൊള്ളയടിക്കുന്ന പഴയ കൊളോണിയൽ ആധിപത്യത്തെയാണ് കരിമണൽ ഖനനം ഓർമ്മിപ്പിക്കുന്നത്. ഇത് തിരുത്തണം. കരിമണൽ സംബന്ധിച്ച് അറിവുള്ള വിദഗ്ധരെ പറ്റി അന്വേഷിച്ച് മൂല്യാധിഷ്ഠിത വാല്യൂ അഡീഷൻ ഉൽപ്പന്നമാക്കി മാറ്റണം. അതിനുള്ള ഫാക്ടറി തോട്ടപ്പള്ളിയിൽ തന്നെ സ്ഥാപിക്കണം. നാടിന് വിഹിതം നൽകണം. ശൂന്യാകാശ ഗവേഷണ പേടകങ്ങൾ മുതൽ അണുബോംബ് വരെ ഉണ്ടാക്കാൻ കഴിയുന്ന ലോഹങ്ങളാണ് കരിമണലിലുള്ളത്. അതായത് മോണസൈറ്റ്, ഇൽമനൈറ്റ്, തോറിയം എക്സെട്ര എല്ലാം ഇതിൽ കിട്ടുന്നുണ്ട്. സർക്കാർ തൽക്കാലം ഖനനം നിർത്തണം. പഠിച്ച റിപ്പോർട്ട് വന്ന ശേഷം അഴിമുഖത്ത് നിന്ന് മാത്രം, തീരങ്ങളിൽ നിന്ന് പാടില്ല, അഴിമുഖത്ത് നിന്ന് മാത്രം മണൽ വാരി കേരളത്തിൻ്റെ ഫാക്ടറിയിൽ മൂല്യാധിഷ്ഠിത ഉൽപ്പന്നമാക്കി വിദേശ കമ്പോളത്തിൽ വിൽക്കാം. കേരള സർക്കാരിൻ്റെ സാമ്പത്തിക പ്രയാസത്തിന് വലിയൊരു പരിഹാരമാകും. ഇന്ത്യയുടെ വരുമാനത്തിനും ഇത് ഗുണം ചെയ്യും. കഴിഞ്ഞ 25 വർഷക്കാലമായി ഖനനത്തെപ്പറ്റി അന്വേഷണം നടത്തണം. നിയമവിരുദ്ധമായി പണമുണ്ടാക്കിയവരെ കണ്ടെത്തി ശിക്ഷിക്കണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ശ്രീ, തോട്ടപ്പള്ളി സ്പിൽവേ പൊഴിമുഖത്ത് നിന്നും മണൽ നീക്കം ചെയ്യുന്ന പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട വാട്ടർ റിസോഴ്സസ് ഡിപ്പാർട്ട്മെന്റിന്റെ 31/5/2009 ഒരു ഉത്തരവാണ്. ഈ ഉത്തരവ് പ്രകാരം കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് KMML ചവറ എന്ന സ്ഥാപനം മുഖേന പൊഴിമുഖത്ത് അരിഞ്ഞുകൂടിയ മണൽ മഴക്കാലത്തിന് മുമ്പ് നീക്കം ചെയ്യുന്നതിനും ജലം പൊഴിമുഖത്തിലൂടെ സുഗമമായി ഒഴുകുന്നതിനും വേണ്ട നടപടികൾ സ്വീകരിക്കാൻ ചീഫ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. തോട്ടപ്പള്ളി പൊഴിമുഖത്ത് നിന്നും നീക്കം ചെയ്യുന്ന മണലിൽ നിന്നും ധാതുമണൽ വേർതിരിച്ച ശേഷം ബാക്കി വരുന്ന മണൽ ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട അംഗം ശ്രീ ജി സുധാകരൻ ആലപ്പുഴ ജില്ലാ കളക്ടറുടെ ചേംബറിൽ 1/6/2020 വിളിച്ചു ചേർത്ത യോഗത്തിൻ്റെ മിനിറ്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്ന മണൽ ചെല്ലാനത്തെ കടൽ തീരത്ത് ജിയോ ട്യൂബിൽ നിറച്ച് കടൽഭിത്തി നിർമ്മാണത്തിന് ഉപയോഗിക്കാൻ അന്ന് തീരുമാനിച്ചിരുന്നു. അത് ബാക്കി വരുന്ന മണലാണ്. പിന്നെ പൊഴിമുഖത്ത് നിന്ന് നീക്കം ചെയ്യുന്ന ധാതുമണൽ പ്രോസസ്സ് ചെയ്ത് ധാതുക്കൾ വേർതിരിച്ച് വിൽപ്പന നടത്തുന്ന അവസരമാണ്. അതിൻ്റെ റോയൽറ്റിയാണ് മുൻകൂറായിട്ട് വകുപ്പിൽ കൊടുക്കുന്നത്. ഇത് സംബന്ധിച്ച് ഒരു KMML 8,70,00,000 രൂപ റോയൽറ്റി ആയിട്ട് ഒടുക്കിയിട്ടുണ്ട്. IRI ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ്, അത് സെൻട്രൽ പബ്ലിക് സെക്ടറാണ്, മറ്റത് സ്റ്റേറ്റ് പബ്ലിക് സെക്ടറാണ്. അവരൊരു 4,71,00,000 രൂപയും ഒടുക്കിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച വ്യാപകമായ പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ പരാതികൾ പരിശോധിച്ച് ഇത് സംബന്ധിച്ച വേണ്ട നടപടികൾ സ്വീകരിക്കും. അംഗം ഉന്നയിച്ച ആക്ഷേപം സർക്കാർ വളരെ ഗൗരവത്തോടു കൂടി എടുത്ത് അത് പരിശോധിച്ച് അടിയന്തരമായി വേണ്ട നടപടികൾ സ്വീകരിക്കും. ഇതിനു മുൻപ് ഈ മണൽ 2 പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനവും സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനവും എടുക്കുന്ന ഈ മണലുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും അന്വേഷിക്കും. ഒരു വിദഗ്ധ സമിതിയെ വെച്ച് തന്നെ ഇതിൻ്റെ ഒരു ഓഡിറ്റിംഗ് നടത്തണം. എവിടെ നിന്നാണ് ഇത് അവിടെ ശേഖരിക്കാൻ പറ്റുമോ, അത് ശേഖരിക്കുന്നതുകൊണ്ട് പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ കുട്ടനാട്, അപ്പർ കുട്ടനാട് ഭാഗത്ത് ഉണ്ടാകുമോ, മറ്റു പ്രദേശങ്ങളിൽ ഉണ്ടാകുമോ എന്നെല്ലാമുള്ള കാര്യങ്ങൾ, പാരിസ്ഥിതികമായിട്ടുള്ള കാര്യം കൂടി ഒരു ഓഡിറ്റിംഗ് കൂടി വേണം. പിന്നെ തീർച്ചയായിട്ടും അത് ഉൾപ്പെടെ വിദഗ്ധ സമിതിയെ വെച്ച് പരിശോധിച്ച് ഗവൺമെൻറ് ഒരു തീരുമാനമെടുക്കും.